ദിവസങ്ങളിലേക്കും കരമടിച്ച് കാലുകൾ താളത്തിൽ മാറ്റി ചവിട്ടി ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, മടികൂടാതെ വിളിക്കാം. ഓരോരുത്തരുടെയും ശബ്ദം അടുത്തു നിൽക്കുന്ന 50 പേർക്ക് കേൾക്കാവുന്ന അഭിഷേകത്തോടെ വിളിക്കാം. 500 പേർക്ക് കേൾക്കാവുന്ന കൃപയോടെ വിളിക്കാം. 1000 പേരിലേക്ക് എത്തുന്ന അഭിഷേകം, 10,000ങ്ങളിലേക്ക് എത്തുന്ന അഭിഷേകം, ലക്ഷക്കണക്കിന് ദൈവമക്കളിലേക്ക് എത്തുന്ന അഭിഷേകം, ജനകോടികളിലേക്ക് പടരുന്ന അഗ്നിജ്വാല. കരമടിച്ച കാലുകൾ താളത്തിൽ മറ്റിച്ചവിട്ട് ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിൻ നാമം വാഴ്ത്തിയിടും. ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിൻ നാമം വാഴ്ത്തിയിടും. ആയുഷ്കാലം മുഴുവൻ ഞാൻ അവിടുത്തെ കീർത്തനം പാടും. ആയുഷ്കാലം മുഴുവൻ ഞാൻ അവിടുത്തെ കീർത്തനം പാടും. രക്ഷകൻ കസയുയർത്തി കൃതജ്ഞതാ ഗീതം പാടിയിടും. 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 ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിൻ നാമം വാഴ്ത്തിയിടും. ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിൻ നാമം വാഴ്ത്തിയിടും. ആയുഷ്കാലം മുഴുവൻ ഞാൻ അവിടുത്തെ കീർത്തനം പാടും. രക്ഷകൻ കസയുയർത്തി കൃതജ്ഞതാ ഗീതം പാടിയിടും. രക്ഷകൻ കസയുയർത്തി കൃതജ്ഞതാ ഗീതം പാടിയിടും. മടികൂടാതെ വിളിക്കട്ടെ, ഭയം കൂടാതെ വിളിക്കട്ടെ, സ്നേഹത്തോടെ വിളിക്കട്ടെ, ആനന്ദത്തിന്റെ ആത്മാവോടെ വിളിക്കട്ടെ, ഭക്തിയോടെ വിളിക്കട്ടെ, വിശ്വാസത്തോടെ വിളിക്കട്ടെ. കരപിടിച്ച കാത്തുനിന്ന ശത്രുക്കൾ മുന്നിൽ വിരുന്നൊരുക്കി കർത്താവിനെ ആദരിച്ചല്ലോ. എന്ന് വിരുന്ന കാത്തുനിന്ന ശത്രുക്കൾ മുന്നിൽ വിരുന്നൊരുക്കി കർത്താവിനെ ആദരിച്ചല്ലോ. എന്ന് വിഴുങ്ങൻ കാത്തുനിന്ന ശത്രുക്കൾ മുന്നിൽ വിരുന്നൊരുക്കി കർത്താവിനെ ആദരിച്ചല്ലോ. എന്ന് വിരുന്ന കാത്തുനിന്ന ശത്രുക്കൾ മുന്നിൽ വിരുന്നൊരുക്കി കർത്താവിനെ ആദരിച്ചല്ലോ. സിംഹക്കുഴിയിൽ ഒരു നാളിൽ ഞാൻ എറിയപ്പെട്ടപ്പോ സിംഹത്തിന്റെ വായടച്ചവൻ സംരക്ഷിച്ചല്ലോ. 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 ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിൻ നാമം വാഴ്ത്തിയിടും. ആയുഷ്കാലം മുഴുവൻ ഞാൻ അവിടുത്തെ കീർത്തനം പാടും. ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിൻ നാമം വാഴ്ത്തിയിടും. ആയുഷ്കാലം മുഴുവൻ ഞാൻ അവിടുത്തെ കീർത്തനം പാടും. രക്ഷകൻ കസയുയർത്തി കൃതജ്ഞതാ ഗീതം പാടിയിടും. രക്ഷകൻ കസയുയർത്തി കൃതജ്ഞതാ ഗീതം പാടിയിടും.
നിറഞ്ഞ മനസ്സോടെ വിളിക്കട്ടെ. കർത്താവ് എല്ലാം മനോഹരമായി ക്രമപ്പെടുത്തുന്നതിനെ ഓർത്ത് വിളിക്കട്ടെ. തന്റെ ഭക്തർക്ക് വേണ്ടി വിശിഷ്ടമായ വിഭവങ്ങൾ ഒരുക്കി വെച്ച് കാത്തിരിക്കുന്നവന്റെ നാമം വിളിക്കട്ടെ. തന്നെ സമീപിക്കുന്നവർക്ക് അത് ഉദാരമായി നൽകുന്നവന്റെ നാമം വിളിക്കുന്നു. ദൈവശക്തി വ്യാപരിക്കട്ടെ. എല്ലാറ്റിനും സമൃദ്ധി ഉണ്ടായപ്പോൾ ഇതാ തികഞ്ഞ ആഹ്ലാദത്തോടെ നമ്മളിതാ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്നു. അവിടുത്തെ അടുക്കലേക്ക് ഓടി വരുന്നു. ജീവിതാവസാനം വരെ ഞാൻ ഈശോയോട് ചേർന്ന് ജീവിക്കുമെന്ന് ഉടമ്പടി എടുത്ത് വിളിക്കുന്നു. എന്റെ ജീവിതത്തിന്റെ ദുഃഖ ദുരിതങ്ങളുടെ നാളുകളിൽ എന്റെ കർത്താവ് എന്റെ കൂടെ ഉണ്ടായത് ഓർത്ത് നന്ദി പറഞ്ഞ് വിളിക്കുന്നു. ചെളിയിൽ ഞാൻ മുങ്ങിപ്പോകാതെ അവിടെ എന്നെ കാത്തതിനെ ഓർത്ത് വിളിക്കുന്നു. കരമടിച്ച പൊട്ടക്കിണറിൽ ഒരു നാളിൽ ഞാൻ താഴ്ത്തപ്പെട്ടപ്പോൾ ചെളിയിൽ മുങ്ങിപ്പോകാതെ എന്നെ പരിപാലിച്ചല്ലോ. പൊട്ടക്കിണറിൽ ഒരു നാളിൽ ഞാൻ താഴ്ത്തപ്പെട്ടപ്പോൾ ചെളിയിൽ മുങ്ങിപ്പോകാതെ എന്നെ പരിപാലിച്ചല്ലോ. പൊട്ടക്കിണറിൽ ഒരു നാളിൽ ഞാൻ താഴ്ത്തപ്പെട്ടപ്പോൾ ചെളിയിൽ മുങ്ങിപ്പോകാതെ എന്നെ പരിപാലിച്ചല്ലോ. പൊട്ടക്കിണറിൽ ഒരു നാളിൽ ഞാൻ താഴ്ത്തപ്പെട്ടപ്പോൾ ചെളിയിൽ മുങ്ങിപ്പോകാതെ എന്നെ പരിപാലിച്ചല്ലോ. മത്സ്യത്തിന്റെ ഉദരത്തിൽ ഞാൻ ജീർണിച്ചിടാതെ മൂന്നാം നാളിൽ ജീവനോടെ തീരത്തെത്തിച്ചു. 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 പ്രിയപ്പെട്ടവരെ, പൊട്ടക്കിണറിൽ താഴ്ത്തപ്പെട്ട ഒരു പ്രവാചകനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അത് ജെറമിയാ പ്രവാചകനാണ്. ജെറമിയാ പ്രവാചകൻ കർത്താവിന്റെ അരുളപ്പാടുകൾ നൽകിയ സമയത്ത് അത് ഇഷ്ടപ്പെടാതിരുന്ന രാജാവ്, പ്രമാണികള് ജെറമിയാ പ്രവാചകനെ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ടു. പൊട്ടക്കിണറിൽ നമുക്കറിയാം വെള്ളമില്ല, അവിടെയുള്ളത് ചെളിയാണ്. ഈ ചെളിയിൽ കഴുത്തുവരെ മുങ്ങി ഇങ്ങനെ കിടക്കുകയാണ്. ഇനി കുറച്ചുകൂടെ താഴേക്ക് താഴ്ന്നാൽ പ്രവാചകൻ മരിക്കുമെന്ന അവസ്ഥയാണ്. ആ പ്രവാചകന്റെ അനുഭവത്തെയാണ് ധ്യാനിച്ചുകൊണ്ട് നമ്മൾ പറയുകയാണ്, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പൊട്ടക്കിണറിൽ താഴ്ത്തപ്പെട്ട സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പൊട്ടക്കിണറിൽ താഴ്ന്നിതാ നമ്മൾ ചെളിയിൽ മുങ്ങി ഇപ്പോൾ മരിക്കും എന്ന സാഹചര്യങ്ങളിൽ, പ്രതിസന്ധികളുടെ അങ്ങേ അറ്റമെന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ മുങ്ങിപ്പോകാതെ അത്ഭുതകരമായി പുറത്തെത്തിച്ച് നമ്മെ ഇന്നിവിടെ ഈ ആലയത്തിൽ, ഈ പുണ്യഭൂമിയിൽ അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ കർത്താവ് നിരന്തരം വചനം സ്ഥിരീകരിക്കുന്ന ഈ പുണ്യഭൂമിയിൽ ഈ വചനസ്വരം കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ഓൺലൈനിലാണെങ്കിലും കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് കർത്താവിന്റെ കരുണയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ജെറമിയാ പ്രവാചകന്റെ അനുഭവത്തിലൂടെ കർത്താവ് നമ്മെ കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ യോനാ പ്രവാചകന്റെ അനുഭവത്തെയാണ് നമ്മൾ ധ്യാനിച്ചു പറയുന്നത്. മത്സ്യത്തിന്റെ ഉദരത്തിൽ 3 നാൾ മത്സ്യത്തിന്റെ ഉദരത്തിൽ ജീർണിച്ചു പോകാതെ, എപ്രകാരം ഒരു മനുഷ്യന് അവിടെ ജീർണിക്കാതെ കിടക്കാൻ കഴിയുമെന്നതിന് ശാസ്ത്രീയപരമായ വിശകലനങ്ങളില്ല, വ്യാഖ്യാനങ്ങളില്ല. പക്ഷേ കർത്താവ് സംരക്ഷിച്ചു. മരണത്തിന്റെ ഇരുൾ വീണ താഴ്വരകളിലൂടെ എത്രയോ വട്ടം ഈ മത്സ്യത്തിന്റെ ഉള്ളിൽ കിടക്കുന്നത് പോലെ ശ്വാസമില്ലാതെ, വെട്ടമില്ലാതെ, വെളിച്ചമില്ലാതെ, കാറ്റില്ലാതെ
കിടന്നിട്ടും അതുപോലെയുള്ള സാഹചര്യങ്ങളിലൂടെ ഞെരുക്കങ്ങളിലൂടെ കടന്നുപോയിട്ടും ഇന്നും നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, നടുനിവർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അത് നമ്മോടുള്ള കർത്താവിന്റെ കരുണ കൊണ്ടാണെന്ന് ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അതുപോലെ ഒത്തിരിയേറെ നേരത്തെ പാടിയതുപോലെ എന്നെ വിഴുങ്ങാൻ കാത്തുനിന്ന ശത്രുക്കൾ, ഇത് ദാവീദിന്റെ അനുഭവമാണ്. ദാവീദിനെ വിഴുങ്ങാൻ ശത്രുക്കൾ കാത്തുനിന്നു, സാവൂള് കാത്തുനിന്നു, അബ്സലോം കാത്തുനിന്നു, അങ്ങനെ ദാവീദിന്റെ ഫിലിസ്ത്യർ കാത്തുനിന്നു. വിഴുങ്ങാൻ കാത്തുനിന്ന ശത്രുക്കൾ ദാവീദിനുണ്ടായിരുന്നത് പോലെ നമ്മെ വിഴുങ്ങിക്കളയുമായിരുന്ന ഒത്തിരിയേറെ ശത്രുക്കൾ, അതൊരു പക്ഷെ നമ്മുടെ തന്നെ പാപമായിരിക്കാം, പിശാചായിരിക്കാം, ലോകമായിരിക്കാം, ചില വ്യക്തികളായിരിക്കാം, ചില സാഹചര്യങ്ങളായിരിക്കാം. വിഴുങ്ങാൻ കാത്തുനിന്ന ശത്രുക്കൾ നമ്മുടെ മുൻപിലുണ്ടായിരുന്നപ്പോൾ ആ ശത്രുക്കളുടെ മുൻപിൽ നമ്മെ രക്ഷിച്ചു എന്ന് മാത്രമല്ല, അവരുടെ മുൻപിൽ കർത്താവ് നമുക്ക് വിരുന്നൊരുക്കി. 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പാടുന്നത് പോലെ, എന്റെ ശത്രുക്കൾ കാണുകെ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കി. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശത്രുക്കൾ കാണുക കർത്താവ് ഒരുക്കിയ മഹാവിരുന്നാണ് ഈ ദിവ്യകാരുണ്യ ആരാധനയുടെ വിരുന്ന്, ഈ വചന ശുശ്രൂഷയുടെ വിരുന്ന്, സ്വർഗീയമായ ആഘോഷങ്ങളുടെ വിരുന്ന്, പരിശുദ്ധ കുർബാനയുടെ വിരുന്ന്. നമ്മെ വിഴുങ്ങാൻ കാത്തു നിന്നവരുടെ മുൻപിൽ ഇതാ കർത്താവ് നമുക്ക് സ്വർഗത്തിന്റെ ഒരു വിരുന്ന്, തിരുരക്തത്തിന്റെ വിരുന്ന്, തിരുമുഖത്തിന്റെ വിരുന്ന് കർത്താവ് ഒരുക്കി നൽകിയിരിക്കുകയാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അതാണ് നമ്മൾ പാടുന്നത് ഒട്ടക്കിണറിൽ. അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്, വധിക്കപ്പെടാനായി ജയിലിൽ കാത്തു കിടന്നപ്പോൾ പത്രോസിന്റെ അനുഭവത്തെ കുറിച്ചാണ് നമ്മൾ പാടാൻ പോകുന്നത്. വധിക്കപ്പെടാനായി ജയിലിൽ കാത്തു കിടന്നു. പരസ്യ വിചാരണയുടെ തലേ ദിവസം രാത്രി, പിറ്റേന്ന് വിചാരണയ്ക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് കൊലക്കയറാണ്. അതിന് തലേ ദിവസം രാത്രി ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് അവന് വേണ്ടി വാതിലുകൾ തുറന്ന് പുറത്തെത്തിച്ചു. നമ്മുടെ ജീവിതത്തിലും നാളെ മരിക്കും, നാളെ കൊല്ലപ്പെടും, നാളെ തീരും, നാളെ ജപ്തി, നാളെ പരാജയം, നാളെ മരണം എന്ന് കരുതിയ ചില സമയങ്ങളുടെ സാഹചര്യങ്ങളുടെ മുൻപിൽ, ചില രാത്രികളിൽ, മരണത്തിന്റെ തൊട്ടു മുൻപുള്ള ഒരു നിമിഷത്തിൽ ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ട് നമ്മെ അടക്കി വെച്ചിരിക്കുന്ന, അടച്ചിട്ടിരിക്കുന്ന ചില ജയിലുകളുടെ വാതിലുകൾ തുറന്ന് പുറത്തെത്തിച്ചതിന്റെ ഓർമ്മ ചങ്കിലുണ്ടെങ്കിൽ വിളിച്ചേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, തീക്കുണ്ടത്തിൽ എറിയപ്പെട്ട 3 യുവാക്കളുടെ കൂടെ ഇറങ്ങി വന്നു 4-മനായി കൂടെ നിൽക്കുകയും ഒരു പൊള്ളല് പോലും, ഒരു തീപ്പൊരി പോലും, ഒരു തീപ്പൊട്ടിക്കൊള്ളിയുടെ ചൂട് പോലും ഏൽക്കാതെ തീക്കുണ്ടത്തിൽ 3 യുവാക്കളുടെ അടുത്തേക്ക് ദൈവദൂതൻ ഇറങ്ങി വന്നതുപോലെ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളുടെ തീക്കുണ്ടങ്ങളിൽ നമ്മൾ എറിയപ്പെട്ട കാലങ്ങൾ ഉണ്ടായിരുന്നേ. ആ കാലങ്ങളിൽ കർത്താവ് 4-മനായി ഇറങ്ങി വന്ന് നമ്മെ പൊതിഞ്ഞു പിടിച്ച് ഒരു പൊള്ളല് പോലും, നമ്മൾ വീണ് കിടന്ന അഗ്നികുണ്ഡത്തിൽ ഒരു പൊള്ളല് പോലും ഏൽക്കാതെ നമ്മെ ഇന്ന് ഇവിടെ കൊണ്ട് നിർത്തി വച്ചിരിക്കുന്നതിന്റെ ഓർമ്മയിൽ വിളിച്ചേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. വധിക്കപ്പെടാനായി ജയിലിൽ കാത്തുകിടന്നപ്പോൾ വാതിൽ തുറന്നെന്നെ ദൂതൻ പുറത്തെത്തിച്ചു. 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 തീക്കുണ്ടത്തിൽ ഒരു നാളിൽ ഞാൻ എറിയപ്പെട്ടപ്പോൾ
നാലാമനായി നാഥൻ എന്റെ കൂടെ നിന്നല്ലോ. ഒരു നാളിൽ ഞാൻ എറിയപ്പെട്ടപ്പോൾ നാലാമനായി നാഥൻ എന്റെ കൂടെ നിന്നല്ലോ. തീക്കുണ്ടത്തിൽ ഒരു നാളിൽ ഞാൻ എറിയപ്പെട്ടപ്പോൾ നാലാമനായി നാഥൻ എന്റെ കൂടെ നിന്നല്ലോ. കുടുംബത്തിൽ ഒരു നാളിൽ ഞാൻ എറിയപ്പെട്ടപ്പോൾ നാലാമനായി നാഥൻ എന്റെ കൂടെ നിന്നല്ലോ. ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിൻ നാമം വാഴ്ത്തിയിടും. ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിൻ നാമം വാഴ്ത്തിയിടും. ആയുഷ്കാലം മുഴുവൻ ഞാൻ അവിടുത്തെ കീർത്തനം പാടും. ആയുഷ്കാലം മുഴുവൻ ഞാൻ അവിടുത്തെ കീർത്തനം പാടും. രക്ഷകൻ കസയത്തി ഗീതം പാടിടും. രക്ഷകൻ കസയത്തി ഗീതം പാടിടും. രക്ഷകൻ കസയത്തി ഗീതം പാടിടും. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഭീകരമായ ഗർത്തത്തിൽ നിന്നെന്നെ മോചിപ്പിച്ചവനെ, കരം പിടിച്ചെന്നെ പുറത്തെത്തിച്ചവനെ, ചങ്ങലയാല് കൈകാലുകൾ ബന്ധിക്കപ്പെട്ടപ്പോൾ ഭൂമി കുലുക്കി തടവറ തുറന്നവനെ, കരമടിച്ചോ. ഭീകരമായ ഗർത്തത്തിൽ ഞാൻ വീണുകിടന്നപ്പോൾ കരം പിടിച്ചെന്നെ ദൈവം പുറത്തെത്തിച്ചു. 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 ചങ്ങലയാലെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടപ്പോൾ ഭൂമി കുലുക്കി കർത്താവിന്റെ തടവറ തുറന്നു. ചങ്ങലയാലെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടപ്പോൾ ഭൂമി കുലുക്കി കർത്താവിനെ പുറത്തെത്തിച്ചു. ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിൻ നാമം വാഴ്ത്തിയിടും. ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിൻ നാമം വാഴ്ത്തിയിടും. തുള്ളിച്ചാടിപ്പടാം. ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിൻ നാമം വാഴ്ത്തിയിടും. ജീവിതകാലം മുഴുവൻ ഞാൻ അവിടുത്തെ കീർത്തനം പാടും. ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിൻ നാമം വാഴ്ത്തിയിടും. ആയുഷ്കാലം മുഴുവൻ ഞാൻ അവിടുത്തെ കീർത്തനം പാടും. ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിൻ നാമം വാഴ്ത്തിയിടും. ആയുഷ്കാലം മുഴുവൻ ഞാൻ അവിടുത്തെ കീർത്തനം പാടും. ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിൻ നാമം വാഴ്ത്തിയിടും. ആയുഷ്കാലം മുഴുവൻ ഞാൻ അവിടുത്തെ കീർത്തനം പാടും. രക്ഷകൻ കസയുയർത്തി ഗീതം പാടിടും. രക്ഷകൻ കസയുയർത്തി ഗീതം പാടിടും. രക്ഷകൻ കസയുയർത്തി ഗീതം പാടിടും. രക്ഷകൻ കസയുയർത്തി ഗീതം പാടിടും. കൃതജ്ഞതാഗീതം പാടിടും. രക്ഷകൻ കസയുയർത്തി ഗീതം പാടിടും. രക്ഷകൻ കസയുയർത്തി ഗീതം പാടിടും. രക്ഷകൻ കസയുയർത്തി ഗീതം പാടിടും. Hallelujah.
മക്കളുടെ മേൽ സർവ്വത്തിന്റെ കരുണാകട കർത്താവിന്റെ മുഖം നിന്റെ മേൽ പ്രകാശിക്കട്ടെ. കർത്താവിന്റെ മുഖം നിന്റെ മേൽ പ്രകാശിക്കട്ടെ. കർത്താവിന്റെ മുഖം നിന്റെ മേൽ പ്രകാശിക്കും. അവിടെ നിന്ന് നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടെ നിന്ന് നിന്നോട് കരുണ കാണിക്കട്ടെ. നിന്റെ മേൽ അവിടുത്തെ കരുണാ കടാക്ഷം ഉണ്ടാകട്ടെ. എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും അവിടെ നിന്ന് നിന്നെ സംരക്ഷിക്കട്ടെ. തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് നിന്റെ മേൽ അവിടെ നിന്ന് തന്റെ സമ്പത്ത് വർഷിക്കട്ടെ. മനുഷ്യന് സാധ്യമായ കർത്താവ് നിനക്ക് വേണ്ടി നിന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്തു തരട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും നിന്റെ ജീവിതത്തിൽ ഇന്ന് ഇപ്പോ സംഭവിക്കട്ടെ. നിനക്ക് വിടുതലുണ്ടാകട്ടെ. ഐശാചിക പീഡകളിൽ മോചനമുണ്ടാകട്ടെ. മദ്യാസക്തിയുടെ ദുർബോധങ്ങൾ നിന്റെ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകട്ടെ. ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്ന് മോചനമുണ്ടാകട്ടെ. നിന്റെ കുടുംബത്തിൽ സമാധാനം തകർക്കുന്ന ദുഷ്ടാരൂപികളെ വിട്ടുപോകട്ടെ. പരസ്പര സ്നേഹം വളരട്ടെ. പ്രാർത്ഥനാ ചൈതന്യം വളരട്ടെ. വിശ്വാസം വർദ്ധിക്കട്ടെ. നിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കട്ടെ. തെറ്റായ ചിന്തകൾ, അന്ധവിശ്വാസങ്ങൾ, ആകുലതകൾ വിട്ടുപോകട്ടെ. ഹൃദയം പ്രത്യാശ കൊണ്ട് നിറയപ്പെടട്ടെ. സമാധാനം കൊണ്ട് നിന്റെ ഹൃദയം നിറയപ്പെടട്ടെ. സ്വർഗീയമായ ആനന്ദം കൊണ്ട് നിന്റെ ഹൃദയവും നിന്റെ ഭവനവും നിറയട്ടെ. ദൈവികമായ ജ്ഞാനം നിന്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ. ഉദരപീഡകൾ വിട്ടുപോകട്ടെ. ക്യാൻസർ രോഗങ്ങൾ വിട്ടുമാറട്ടെ. വന്ധ്യമായ ഉദരത്തിലേക്ക് സ്വർഗത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന ധാരാളം കുഞ്ഞുങ്ങൾ അയക്കപ്പെടട്ടെ. ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളെ സൗഖ്യം പ്രാപിക്കട്ടെ. കൈക്കുഞ്ഞുങ്ങളെ സൗഖ്യം പ്രാപിക്കട്ടെ. നേത്രസംബന്ധമായ രോഗങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കട്ടെ. കേൾവിയുമായി ബന്ധപ്പെട്ട് ചെവിയുമായി ബന്ധപ്പെട്ട രോഗങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നു. അത്ഭുതകരമായ സൗഖ്യം. കാൽമുട്ടുകൾ ബലപ്പെടുന്നു. നടുവേദന മാറുന്നു. കടലുവേദന മാറുന്നു. ഉദരപീഡകളിൽ നിന്ന് മോചനമുണ്ടാകുന്നു. യൂറിനറി സിസ്റ്റവുമായി ബന്ധപ്പെട്ട രോഗങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നു. പാൻക്രിയാറ്റിക് ക്യാൻസർ സൗഖ്യം പ്രാപിക്കുന്നു. ഒവേറിയൻ ക്യാൻസർ സൗഖ്യം പ്രാപിക്കുന്നു. ബ്രസ്റ്റിലുള്ള മുഴയിൽ നിന്ന് മോചനമുണ്ടാകുന്നു. കാർസിനോമയിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നു. ലിംഫോമ ക്യാൻസറിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നു. മൾട്ടിപ്പിൾ മൈലോമയിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നു. ട്രിപ്പിൾ നെഗറ്റീവ് എന്ന ക്യാൻസറിൽ നിന്ന് മോചനം ലഭിക്കുന്നു. സ്കിൻ ക്യാൻസറിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നു. വായയിലുള്ള ക്യാൻസറിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നു. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന സിസ്റ്റുകളെ മുഴകളെ സ്വഭാവത്തിൽ വിടുതൽ ലഭിക്കുന്നു.
ബ്ലഡ് ക്യാൻസറിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നു. ഈശോയെ, കിഡ്നി സംബന്ധമായ രോഗങ്ങളിൽ വിമോചനം ലഭിക്കുന്നു. തടസ്സങ്ങൾ മാറുന്നു, ജോലി തടസ്സങ്ങൾ മാറുന്നു, വിവാഹ തടസ്സങ്ങൾ മാറുന്നു, പരീക്ഷകളിൽ വിജയിക്കുന്നതിനുള്ള തടസ്സങ്ങൾ മാറുന്നു, വിസാ തടസ്സങ്ങൾ മാറുന്നു, PR ലഭിക്കുന്നതിനുള്ള തടസ്സങ്ങൾ മാറുന്നു, വർക്ക് പെർമിറ്റ് ലഭിക്കുന്നതിനുള്ള തടസ്സങ്ങൾ മാറുന്നു, സാമ്പത്തിക മേഖലകളിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നു, കടബാധ്യതകളിൽ വിമോചനം ഉണ്ടാകുന്നു, വസ്തുയിടപാടുകളുടെ തടസ്സങ്ങൾ മാറുന്നു, ഉന്നതമായ വിജയം, അതിശയകരമായ അഭിഷേകം, ആത്മീയമായ ഉണർവ്, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വിളിക്കുന്നു.